Hello dears, welcome to Thunder Kitchen Recipes. വളരെ പോപ്പുലർ ആയിട്ടുള്ള യെമനി സ്റ്റൈൽ ബിരിയാണി ആയ സുർബിയൻ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഡിഷ്. സിമ്പിൾ ആണ്, ടേസ്റ്റിയുമാണ്, പിന്നെ ഒത്തിരി സ്പൈസി അല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് പോലും കഴിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മസാല പൗഡർ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 2 കഷ്ണം പട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഒരു 10-12 ഗ്രാമ്പു ചേർക്കുക. ഒരു 7-8 ഏലക്ക ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. മുഴുവൻ കുരുമുളകാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൗഡറാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് മസാല റെഡിയാക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമുക്ക് സവാള വറുത്തെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 350 ഗ്രാം സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. സവാള ഫ്രൈ ചെയ്ത ഈ എണ്ണയാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. മിക്സിയുടെ മറ്റൊരു ജാറിലേക്ക് 1/4 കപ്പ് പുളിക്കാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ഫ്രഷായി ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർക്കുക. ഫ്രൈ ചെയ്ത അണിയൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് ജാറടച്ച് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൗഡറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാം. വീണ്ടും ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ സുർബിയൻ ബിരിയാണിക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള ബീഫ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 300 ഗ്രാം ചെറിയ തരം പൊട്ടാറ്റോ തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സുർബിയൻ ബിരിയാണിയിൽ പൊട്ടാറ്റോ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. അണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ നമുക്കൊരു 3 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്യാം. ഞാൻ ക്ലിംഗ് റാപ്പർ ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത്. കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ 3 കപ്പ് ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളം കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്ത് നമുക്ക് കുതിർത്തി വെച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. ബീഫും പൊട്ടാറ്റോയും കൂടി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ബീഫൊക്കെ നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും. ഇനി ഒരു ബിരിയാണി പോട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 3 ഡെസേർട്ട് സ്പൂൺ സവാള വറുത്ത എണ്ണ ചേർക്കാം. അതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ബീഫും പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ഹൈ ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ ബീഫുമ്മേൽ നല്ലതുപോലെ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ മീതയിൽ വരത്തക്ക വിധമുള്ള വെള്ളം ഒഴിക്കണം. അതിനുശേഷം മീഡിയം ഹീറ്റിൽ 1 മണിക്കൂർ കുക്ക് ചെയ്യാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബീഫിൽ ഈ ഗ്രേവി എല്ലാം നല്ല പൊതിഞ്ഞ പാകത്തിലാകും. ഈ 1 മണിക്കൂറിനിടക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്താലേ റൈസിന് ഉപ്പുണ്ടാവുള്ളൂ. ഒരു ബേ ലീഫ് കീറിയിടുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് സവാള വറുത്ത എണ്ണ 2 ടീസ്പൂൺ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്തി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. തുറന്നു വെച്ച് നല്ലതുപോലെ ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഹൈ ഹീറ്റിൽ നല്ലതുപോലെ 7-8 മിനിറ്റ് തിളപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് ബീഫിൽ വെച്ചിരിക്കുന്ന ചാർക്കോൾ എടുത്ത് മാറ്റാം. ഈ സമയത്ത് നമ്മൾ ചെറിയ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് അണിയൻ പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടില്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ടാലും മതി. പൊടിച്ചെടുത്താൽ പെട്ടെന്ന് ഇതിലേക്ക് ഗ്രേവിയിൽ അലിഞ്ഞു ചേരും. അതിനു വേണ്ടിയാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ചോറ് ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇത് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറെല്ലാം ഊറ്റിയെടുത്ത് ഇത് ഈ മസാലയുടെ പുറത്തേക്ക് ഒരേ ലെവലിൽ ഇട്ട് കൊടുക്കാം. ഇനി റൈസിൻ്റെ മുകളിലോട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് പാലിൽ അലിയിച്ച് ചേർക്കാവുന്നതാണ്. ഈ മഞ്ഞളിന് പകരം അത് ചേർക്കാം. വറുത്ത സവാള മീതെ തൂവി മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഹീറ്റിൽ ചൂടാക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ സുർബിയൻ മസാലയ്ക്ക്. ബിരിയാണിക്കും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ സുർബിയൻ ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. അധികം സ്പൈസി അല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് സ്പൈസി ആക്കണമെന്നുള്ളവർക്ക് പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് മല്ലിയില, പുതിന ഒന്നും ചേർക്കാറില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. പക്ഷെ വളരെ ടേസ്റ്റുമാണ്. റൈസൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സുർബിയൻ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.